ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അനധികൃതമായ ഭൂമി കൈയേറ്റം തടയുന്നതിനുമാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. മുനമ്പത്തെ സാഹചര്യം രാജ്യത്ത് മറ്റൊരിടത്തും ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി മുനമ്പം ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നും കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മുനമ്പം സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രി സമരക്കാരെ നേരിൽ കണ്ടു. NDA മുനമ്പത്ത് സംഘടിപ്പിച്ച നന്ദി മോദി പരിപാടിയിലും ശ്രീ റിജിജു പങ്കെടുത്തു. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പരിശോധിച്ച പ്രത്യേക ജഡ്ജി വിശാൽ ഗോട്നെ തുടർ നടപടികൾക്കായി കേസ് ഈ മാസം 25 മാറ്റി. കോൺഗ്രസ് നേതാക്കളായ സാം പിട്രോഡ, സുമൻ ദുബെ എന്നിവരെയും പ്രതികളായി കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗങ്ങൾ നാളെ രാവിലെ 11:30 മതമേലധ്യക്ഷന്മാരുടെ യോഗം നടക്കും. വൈകിട്ട് 3:30 സർവകക്ഷി യോഗം. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. അതിരപ്പിള്ളിയിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ അടിയന്തരമായി കൈമാറുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. അതേസമയം മേഖലയിലെ കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരാണ് ഇന്നലെ രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിൽ പ്രയാസമില്ലെന്നും നിയമോപദേശം സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസിയായ പെസോയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്തിയ സുരക്ഷാ പരിഗണനയോടെയാകും വെടിക്കെട്ടിന് ജില്ലാ കളക്ടർ അനുമതി നൽകുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള മാതൃകാ വീടിന്റെ നിർമ്മാണം നാളെ തുടങ്ങുമെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ്. റോഡും അനുബന്ധ നിർമ്മാണവും നാളെ ആരംഭിക്കും. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്ക് ടൌൺഷിപ്പ് ഒരുങ്ങുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പിലേക്ക് ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. ഈ മാസം 19 ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന ചർച്ചയോടെ പ്രശ്നപരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. എന്നാൽ പൂർണ്ണ ഉറപ്പ് ലഭിക്കും വരെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് തീരുമാനം. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21 മുതൽ 31 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന സഹകരണ എക്സ്പോയുടെ ഭാഗമായി ശനിയാഴ്ച വിളംബര ജാഥ സംഘടിപ്പിക്കും. വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം ആശാൻ സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന ജാഥയിൽ പ്രമുഖ സഹകാരികൾ, സഹകരണ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും. തിരുവനന്തപുരം മുതലപ്പുഴയിലെ പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് CITU INTUC പ്രവർത്തകർ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. മാവേലിക്കര നഗരസഭാ ചെയർമാനായി കോൺഗ്രസ് അംഗം നൈനാൻസി കുറ്റിശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ ജനാധിപത്യ കേരള കോൺഗ്രസ് സംഘം UDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തിരഞ്ഞെടുത്തു. MV ജയരാജൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായതിനെ തുടർന്നാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 1578 പോയിന്റ് ഉയർന്ന് 76,735-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 500 പോയിന്റ് നേട്ടത്തിൽ 23,329-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ താഴ്ന്ന് 69,760 രൂപയും ഗ്രാമിന് 8,720 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 13 ഓവറിൽ 8 വിക്കറ്റിന് 94 റൺസ് എടുത്തിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് തുടക്കമായി. കിഴക്കേക്കോട്ട കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗീതോത്സവത്തിന് വെട്ടിക്കവല KN ശശികുമാറിന്റെ നാഗസ്വര കച്ചേരിയോടെയാണ് തുടക്കമായത്. നാളെ ഡോക്ടർ G ബേബി, മറ്റന്നാൾ ശ്രീവത്സൻ J മേനോൻ എന്നിവരുടെ കച്ചേരികൾ നടക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് ഇന്നും നാളെയും താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സൂപ്പർ ലീഗ് ഫുട്ബോൾ 2ാം സീസൺ പോരായ്മകൾ പരിഹരിച്ച് നടത്തുമെന്ന് കാലിക്കറ്റ് FC CEO മാത്യു കോരത്ത്. ജൂണിൽ പരിശീലനം ആരംഭിക്കുമെന്നും സെപ്റ്റംബറിൽ മത്സരങ്ങൾ തുടങ്ങുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.